വരുമോ വടകരയിൽ മുല്ലപ്പള്ളി? വടകരയിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ശക്തമാവുന്നു. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനോട് VM സുധീരൻ ആവശ്യപ്പെട്ടു. മലബാറിലെ മറ്റ് UDF സ്ഥാനാർത്ഥികളും ഇതേ ആവശ്യം ഉന്നയിച്ച് എഐസിസി നേതൃത്വത്തെ സമീപിച്ചു. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെ പ്രകടനത്തെ ബാധിക്കുമെന്ന് ആശങ്ക നേതൃത്വത്തെ സ്ഥാനാർത്ഥികൾ അറിയിച്ചു. മുല്ലപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനോട് VM സുധീരനാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളിയിൽ വടകരയിൽ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. മലബാറിലെ മറ്റ് UDF സ്ഥാനാർത്ഥികളും ഇതേ ആവശ്യം ഉന്നയിച്ച് എഐസിസി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉണ്ണി, എന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ടോ? മുല്ലപ്പള്ളി വടകരയിൽ മത്സരിക്കുമോ? മുല്ലപ്പള്ളിയുടെ അഭിപ്രായത്തിന് മുകളിലാണ് മറ്റാവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ. തന്നെ വടകരയുടെ കാര്യത്തിലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. വടകര മണ്ഡലത്തിൽ മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുല്ലപ്പള്ളിയുടെ സിറ്റിംഗ് മണ്ഡലമായ വടകരയിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രമിക്കുന്നുവെന്ന പരാതിയും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. വടകരയിൽ മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇന്നലെ ന്യൂസ് 18 സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇതേ കാര്യം തന്നെ പറഞ്ഞു. താനൊരു തീരുമാനമെടുത്താൽ അത് മാറ്റാറില്ല എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. എന്നാൽ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ശക്തമാകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് അവശേഷിക്കുന്ന 3 മണ്ഡലങ്ങളിൽ തീരുമാനത്തിലേക്ക് അടുക്കുകയാണ് കാര്യങ്ങൾ. വയനാടിൽ ഉമ്മൻചാണ്ടിയുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ടി സിദ്ദിഖിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വലിയ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഷാനിമാൾ ഉസ്മാൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകളും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് വടകരയാണ്. വടകരയിൽ മുല്ലപ്പള്ളി നൽകിയിരിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന പേരുകളിൽ വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളാണ് എന്ന കാര്യമാണ് ഉയരുന്ന പൊതു വിലയിരുത്തൽ. സജീവ് മാറോളിയും അടക്കമുള്ളവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഈ പേരുകൾ അത്ര ഗുണകരമാകില്ല. പ്രവീൺ കുമാറിന്റെ പേര് നൽകിയിട്ടുണ്ട് വടകരയിൽ മത്സരിക്കുന്നതിനായി. നേരത്തെ നിയമസഭയിലേക്കടക്കം മത്സരിച്ച് പരാജയപ്പെട്ടവരാണ്. പി ജയരാജനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം വടകര മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ ഈ സ്ഥാനാർത്ഥികൾക്ക് കേൾപ്പില്ല എന്നൊരു വിമർശനമാണ് വളരെ ശക്തമാകുന്നത്. വിദ്യാ ബാലകൃഷ്ണന്റെ പേര് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പരിഗണിച്ചതാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ആ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് വരുന്ന ഈ 2 പേരുകൾ, ആ 2 പേരുകളിൽ ഏത് തരത്തിലുള്ള തീരുമാനമുണ്ടാകും എന്ന ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെയാണ് മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യവുമായി സമ്മർദ്ദം ശക്തമാകുന്നത്. കേരളത്തിലുള്ള മുതിർന്ന നേതാവ് VM സുധീരൻ തന്നെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന കാര്യമാണ്. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ വിളിച്ചുകൊണ്ടും VM സുധീരൻ ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നു. സുധീരന് പുറമെ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും നിരവധി സന്ദേശങ്ങളാണ് എഐസിസിയിലേക്ക് പ്രവഹിക്കുന്നത്. ദുർബലരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കരുത്, അങ്ങനെ കോൺഗ്രസിന്റെ വളരെ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലെ സാധ്യതകൾ അപ്പാടി ഇല്ലാതാക്കരുത് എന്നാണ് ഈ സന്ദേശങ്ങളിൽ ആകെ തന്നെ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല വടകര മണ്ഡലത്തിൽ ഇതിനകം തന്നെ കോൺഗ്രസിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന RMPയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. RMP നേതാക്കൾ ഇക്കാര്യം KPCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല RMP നേതാവ് വേണു തന്നെ ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ ഇതേ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് വടകരയിൽ, മറിച്ച് കോൺഗ്രസ് നേതൃത്വം അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പള്ളിയുടെ തീരുമാനം തന്നെയാണ് വളരെ നിർണായകമായി മാറുക. മുല്ലപ്പള്ളി വീണ്ടും ഒരു നിലപാട് മാറ്റം നടത്തുമോ എന്നതാണ് കോൺഗ്രസ് ആകെ തന്നെ ഉറ്റുനോക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വടകര മണ്ഡലത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇവരുന്ന ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ആ പേരുകൾ വെട്ടിക്കൊണ്ട് മുല്ലപ്പള്ളിയോട് മത്സരിക്കാൻ ആവശ്യപ്പെടുമോ എന്ന കാര്യമാണ് വളരെ നിർണായകമാവുക. മുല്ലപ്പള്ളിയുടെ മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. സ്ഥാനാർത്ഥിയാകണമെന്ന് തന്നെയാണ് പല നേതാക്കളും ആവശ്യപ്പെടുന്നത്. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവ് പി ജെ കുര്യൻ. 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയേറെ വലിച്ചു നീട്ടിയത് ശരിയായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി. സീറ്റ് നിർണയത്തിൽ ജയസാധ്യതയാകണം മുഖ്യ പരിഗണനയെന്നും പി ജെ കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്വന്തം അനുയായി അല്ലെ സ്വന്തം ഗ്രൂപ്പ് എന്ന് നോക്കാതെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി മാത്രം പറയേണ്ടത് നേതാക്കന്മാരുടെ കടമയാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നേതാക്കന്മാർ. പക്ഷേ അവിടെ ചില നേതാക്കന്മാർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.
ഈ തർക്കം ഈ നീട്ടിക്കൊണ്ടുപോയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെങ്കിലും മറിച്ചാണെങ്കിലും നേതാക്കന്മാർ അഭിപ്രായം പറയുകയും ആ കമ്മിറ്റിയിൽ തന്നെ അഭിപ്രായം പറയുകയും അവിടെ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ എത്ര ദിവസമാണിത് ഇങ്ങനെ വലിച്ചു നീട്ടി ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് സുധീരനെ പോലുള്ളവർ അഭിപ്രായം പറയുന്നതും അതുകൊണ്ടാണ് മറ്റുള്ളവർ അതിനെ വിമർശിക്കുന്നതും. എസ് ശരൺ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ശരൺ, സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് PJ കുര്യൻ സംസാരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ജയസാധ്യതയാകണം മുഖ്യപരിഗണന എന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിശ്വാസമില്ലാത്തതുപോലെയാണോ സംസാരിച്ചിരിക്കുന്നത്? ധന്യ, നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ VM സുധീരൻ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ PJ കുര്യനും രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല സ്ഥാനാർത്ഥികളാണ്, എന്നാൽ അതിനുശേഷം പിന്നെ സംഭവിച്ചതെല്ലാം തന്നെ പ്രവർത്തകരെ നിരാശരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയേറെ വലിച്ചു നീട്ടിയത് ശരിയായില്ല എന്നുള്ള വിമർശനമാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് ചില നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നത് കൊണ്ടാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്രയേറെ വിമർശനം ഉയർന്നു വരുന്നതെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം നിരവധി വിമർശനമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ഉയർന്നിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സീറ്റ് നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും സീറ്റ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ സീറ്റ് നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല, എന്നാൽ ജയസാധ്യതയ്ക്കാകണം മുഖ്യ പരിഗണന നൽകിയിട്ടുള്ള കാര്യവും അദ്ദേഹം ന്യൂസ് 18നോട് പങ്കുവച്ചിട്ടുണ്ട്. ശരി ശരൺ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി VM സുധീരൻ. ഗ്രൂപ്പ് തർക്കം ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഗ്രൂപ്പുകൾ തമ്മിലടിച്ച് ഇല്ലാതാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ വേദനയുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗ്രൂപ്പ് പോരിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു. വയനാട്ടിൽ T സിദ്ദിഖ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ആലപ്പുഴയിൽ ഷാനിമോളെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയുമാണ് ഡൽഹി ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. സ്ഥാനാർത്ഥികളെ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്ന് മുകുൾ വാസ്നിക് പറഞ്ഞു. ഇതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേരില്ല. പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. 4-ൽ 3 തീരുമാനമായി. അവസാനവട്ട ചർച്ചയിലും T സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നതോടെ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മയപ്പെടുകയായിരുന്നു. ഡൽഹിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിൽ നടന്ന ചർച്ചയ്ക്കിടെ നിലപാട് വ്യക്തമാക്കിയ ശേഷം രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങി. അവസാനം വരെ മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ച് തീരുമാനം വിശദീകരിച്ചു. വയനാട്ടിൽ സിദ്ദിഖെന്ന തീരുമാനം വന്നതോടെ ആലപ്പുഴയുടെയും ആറ്റിങ്ങലിന്റെയും കാര്യത്തിൽ തീരുമാനം എളുപ്പമായി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടുണ്ടാകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെയുള്ളത്. അതേസമയം വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ വിദ്യാ ബാലകൃഷ്ണനെയാണ് അവസാന റൗണ്ടിൽ പരിഗണിച്ചത്. എന്നാൽ P ജയരാജനെതിരെ കുറച്ചുകൂടി കരുത്തുള്ള സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിർദ്ദേശം. ഇതും വടകര സീറ്റിലെ അനിശ്ചിതത്വം തുടരാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടകരയിലെ UDF സ്ഥാനാർത്ഥി നിർണയം നീളുന്നതിനിടെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന വിദ്യാ ബാലകൃഷ്ണനുമെതിരെ മണ്ഡലത്തിൽ പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച UDF മണ്ഡലം കൺവെൻഷൻ മാറ്റിവെച്ചു.
വടകരയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശവുമായാണ് കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. കോൺഗ്രസ് നേതൃത്വം എതിരാളികൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണെന്നാണ് ആക്ഷേപം. KPCC അധ്യക്ഷനെതിരെയും പരാമർശമുണ്ട്. ഗ്രൂപ്പ് സമുദായ സമവാക്യങ്ങളുടെ പേരിൽ ദുർബല സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ എതിർപ്പ് നേരിടേണ്ടി വരും. മുല്ലപ്പള്ളി മത്സരിക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. RMP കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ ആവശ്യം ശക്തമായി. ഇന്ന് നടക്കാനിരുന്ന മണ്ഡലം കൺവെൻഷൻ നീട്ടിവെച്ചതോടെയാണ് പ്രതിഷേധം പരസ്യമായത്. നേതാക്കൾ ഡൽഹിയിലായതിനാലാണ് കൺവെൻഷൻ നീട്ടിയതെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അണികൾ തൃപ്തരല്ല. സ്ഥാനാർത്ഥി തർക്കം P. ജയരാജന് ഊർജ്ജമായെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണ്. ഇന്നും പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, News 18. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുന്നത് AICC ആണെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ. സ്ഥാനാർത്ഥിയാകുമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ട്. അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ആലപ്പുഴ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം അംഗീകരിക്കും. LDF മികച്ച വിജയപ്രതീക്ഷ പുലർത്തുന്ന ആറ്റിങ്ങലിൽ ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സിറ്റിംഗ് MLA അടൂർ പ്രകാശിനെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമം. വിജയപ്രതീക്ഷകൾ News 18നുമായി പങ്കുവയ്ക്കുകയാണ് അടൂർ പ്രകാശ്. ആറ്റിങ്ങലെ UDF സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശാണ്. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു നിയമം തന്നെയാണ്. എന്നോട് പാർട്ടി ആറ്റിങ്ങൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്നാണ് അന്ന് എൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഒരു ശക്തമായ പോരാട്ടം കൊടുക്കണം. ആ ശക്തമായ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ. ആ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം കൊടുക്കാൻ വേണ്ടിയാണ് ആറ്റിങ്ങിൽ ഞാൻ മത്സരിക്കാമെന്ന് ഞാൻ തൻ്റെ അടുത്തോടു കൂടി പറഞ്ഞത്. CPM വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. സിറ്റിംഗ് അവരുടെ മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഒരു സിറ്റിംഗ് MLAയെ കോൺഗ്രസ് രംഗത്തിറക്കുക, അതും മണ്ഡലം ജില്ല മാറി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരും. അത് സ്വാഭാവികമായ ഒരു കടുത്ത വെല്ലുവിളിയായിട്ട് തോന്നുന്നു. ഞാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റ് നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു, പരിഗണിക്കപ്പെടേണ്ടവരൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അപ്പം താങ്കൾ ജില്ലയ്ക്ക് പുറത്തു നിന്ന് ആറ്റിങ്ങിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അത് ആ തരത്തിലൊരു പ്രചരണ സാധ്യമാവാൻ ഇടമുണ്ടോ? അങ്ങനെ കാണുന്നു? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല, അങ്ങനെ ഒരു കാര്യം കാണുന്നതേ ഇല്ല. ഒപ്പം മറ്റൊന്ന്, ഈ ശബരിമല വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കപ്പെടുക ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ആ വിഷയം എങ്ങനെ പ്രതിഫലിക്കും? ഈ സർക്കാർ കാണിച്ച തെറ്റായ നയങ്ങളിലൂടെയാണ് ഈ ജനങ്ങളെയൊക്കെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ അവസരം ഒരുക്കിയത്. തീർച്ചയായിട്ടും ഞാൻ കാണുന്ന ഒരു കാര്യം, അവരുടെയൊക്കെ മനസ്സ് UDFന് അനുകൂലമായി വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. UDFന് അനുകൂലമായ ഒരു ചിന്ത അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തീർച്ചയായും. എന്തായാലും അടൂർ പ്രകാശ് മികച്ച വിജയപ്രതീക്ഷയിലാണ്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും. അതിനുള്ള രാഷ്ട്രീയ അനുകൂല സാഹചര്യം തങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. SDPIയുടെ സഹായത്തോടെ ഏതെങ്കിലും സ്ഥാനം നേടുന്നതിലും ഭേദം പാർട്ടി പിരിച്ചുവിടുന്നതാണെന്ന് ഡോക്ടർ MK മുനീർ. പറപ്പൂർ പഞ്ചായത്തിൽ SDPIയുമായി ഒന്നിച്ചു ഭരിക്കുന്നവരാണ് CPM. ആദ്യം ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണം ലീഗിനെ വിമർശിക്കാൻ. കണ്ണൂരിൽ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് പ്രതിരോധം തീർക്കാൻ സുധാകരന് മാത്രമേ കഴിയൂവെന്നും മുനീർ കണ്ണൂരിൽ പറഞ്ഞു. കുഴഞ്ഞുമറിഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. തൃശൂർ സീറ്റ് BDJSന് നൽകാൻ തീരുമാനിച്ചതോടെ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. ശോഭാ സുരേന്ദ്രനും MT രമേശും മത്സരത്തിനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന നിലപാടിലാണ് അൽഫോൺസ് കണ്ണന്താനം. പാർട്ടിയിൽ പുതുതായി എത്തിയ KS രാധാകൃഷ്ണൻ ആലപ്പുഴയിലും ടോം വടക്കൻ എറണാകുളത്തും മത്സരിച്ചേക്കും. പത്തനംതിട്ടയോ തൃശൂരോ സാധ്യത കൽപ്പിച്ചിരുന്ന K. സുരേന്ദ്രന് തൃശൂർ ലഭിക്കില്ലെന്ന് ഉറപ്പായി.
പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പേരിനാണ് മുൻതൂക്കം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ പേര് ചർച്ചയാവുന്നുവെങ്കിലും ഇവിടെ മത്സരിക്കാൻ സുരേന്ദ്രന് വ്യക്തിപരമായി താൽപ്പര്യമില്ല. എല്ലാം ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. കേരളം 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. എങ്കിലും നാളെ ലിസ്റ്റ് പരിഗണിച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയിലേക്ക് പുതിയതായി എത്തിയ KS രാധാകൃഷ്ണനും ടോം വടക്കനും സീറ്റ് നൽകേണ്ടി വരുന്നതാണ് സ്ഥാനാർത്ഥി ചർച്ചകളെ അനിശ്ചിതത്വത്തിൽ ആക്കുന്നത്. ടോം വടക്കൻ എറണാകുളത്തും KS രാധാകൃഷ്ണനെ ആലപ്പുഴയിലും ചാലക്കുടിയിലും പരിഗണിക്കുന്നുണ്ട്. ടോം വടക്കൻ പാർട്ടിയിലേക്ക് വന്ന സാഹചര്യത്തിൽ എറണാകുളം സീറ്റ് BDJS-ൽ നിന്നും BJP ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടെ ടോം വടക്കനും PS ശ്രീധരൻപിള്ളയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് 18 ഡൽഹി, തിരുവനന്തപുരം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. തൃശൂർ അടക്കം 5 മണ്ഡലങ്ങളിലാണ് BDJS മത്സരിക്കുക. SNDP ഭാരവാഹിത്വം രാജിവെക്കാതെയാകും തുഷാർ ജനവിധി തേടുക. തോറ്റാൽ രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനത്തെ തുടർന്നാണ് തുഷാർ മത്സരിക്കാൻ തയ്യാറായതെന്നാണ് സൂചന. ഞാനും കാവൽക്കാരനെന്ന പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രചാരണത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്ര. കാവൽക്കാരൻ പണക്കാർക്കൊപ്പം മാത്രമാണ് നിലകൊള്ളുന്നതെന്നും കർഷകർക്കും പാവപ്പെട്ടവർക്കും ഒപ്പമല്ലെന്നും പ്രിയങ്ക വിമർശിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കരുതെന്നും സമൂഹത്തിനല്ല ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് നേട്ടമെന്നും പ്രിയങ്ക പറഞ്ഞു. ഗംഗാനദിയുടെ ഇരുകരകളിലുമുള്ള ജനങ്ങളോട് സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബോട്ട് യാത്ര രാവിലെ അലഹബാദിൽ നിന്നാണ് തുടങ്ങിയത്. 140 കിലോമീറ്റർ പിന്നിട്ട് ബോട്ട് യാത്ര ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെത്തും. പശ്ചിമബംഗാളിലെ CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. മുൻ MP ദീപാദാസ് മുൻഷിയാണ് റായ്ഗഞ്ച് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM PB അംഗം മുഹമ്മദ് സലീം ആണ് റായ്ഗഞ്ചിൽ നിന്നുള്ള ലോക്സഭാംഗം. മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ CPM-ന് പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച് ദീപ പാർട്ടി വിടുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. 25 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1634 വോട്ടുകൾക്കാണ് ദീപാദാസ് മുൻഷി മുഹമ്മദ് സലീമിനോട് പരാജയപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഇന്നു മുതൽ 25 വരെ പത്രിക സമർപ്പിക്കാം. 28 പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 11 ആദ്യഘട്ട വോട്ടെടുപ്പ്. 20 സംസ്ഥാനങ്ങളിലെ 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാന നിയമസഭകളിലേക്കുമാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഗോവയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് BJPയും കോൺഗ്രസും രംഗത്തെത്തി. ഇരു പാർട്ടികളുടെയും MLA-മാർ ഗവർണറെ കണ്ടു. പ്രമോദ് സാവന്തിനെയാണ് BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മനോഹർ പരീക്കറുടെ സംസ്കാര ചടങ്ങുകൾ പനാജിയിൽ നടക്കുകയാണ്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. ധന്യ, ഉയർന്ന ചിന്തയും ലളിത ജീവിതവും കൊണ്ട് ഗോവയിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മനോഹർ പരീക്കറിന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത് മിറാബർ ബീച്ചിലാണ്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗോവയുടെ അടുത്ത മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്തിനെയാണ് ഇപ്പോൾ BJP നിശ്ചയിച്ചിട്ടുള്ളത്. സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമമായ തീരുമാനം എടുക്കുക. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടെങ്കിൽ മാത്രമായിരിക്കും മറ്റു പേരുകൾ പരിഗണിക്കപ്പെടുക. പ്രത്യേകിച്ച് മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടി നേതാവ് സുധിൻ ധവാലിക്കറും ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായിയും മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇവരുമായി അനുനയ ചർച്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസ് മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ അധികാരത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം 40 സീറ്റുകളാണ് ഗോവ നിയമസഭയിൽ ഉള്ളത്. ഇപ്പോൾ 4 അംഗങ്ങളുടെ കുറവാണുള്ളത്. നിലവിൽ 36 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 14, BJPക്ക് 12, MGPക്ക് 3, ഗോവ ഫോർവേഡ് പാർട്ടിക്ക് 3, ഒപ്പം 3 സ്വതന്ത്ര എന്നിങ്ങനെയാണ്. പനാജി, ഷിരോദ, മാൻഡ്രം, മപൂസ മണ്ഡലങ്ങളിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് BJPയും കോൺഗ്രസും ഒരുപോലെ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ശരി അഭിലാഷ്.
അതിർത്തിയിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. രജൌരി ജില്ലയിൽ പുലർച്ചെയുണ്ടായ വെടിവെപ്പിൽ 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണ രേഖയിൽ സുന്ദർബനി സെക്ടറിൽ ഷെല്ലുകളും മോട്ടോറുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. മലപ്പുറം വേങ്ങരയിൽ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ച 6 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗം പടരാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. അത്യപൂർവമായ വെസ്റ്റ് നൈൽ രോഗത്തെ തുടർന്നാണ് 6 വയസ്സുകാരന്റെ മരണമെന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ 3:30 മരണം. അത് ഓട്ടോണോമസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ കുട്ടിക്ക് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്നുള്ള ഇത് വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷികളിൽ നിന്നുള്ള വൈറസ് കൊതുകുകളിലൂടെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതിനാലാണ് രോഗം മാരകമാകുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. സ്പ്രെഡ് ആയിട്ടില്ല. ഇറ്റ് വാസ് ഹൈലി ലോക്കലൈസ്ഡ് ആ ഒരു ഏരിയയിലെ. അസുഖത്തെക്കുറിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മലപ്പുറത്ത് തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പൂനെക്ക് അയച്ചിട്ടുണ്ട്. മറ്റാർക്കും ഇതുവരെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി വരിക്കോലി പള്ളിയിൽ മൃതദേഹവുമായി യാക്കോബായ സഭാ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നു. യാക്കോബായ സഭാ വികാരിയെ കൂടി ശവസംസ്കാര ചടങ്ങുകൾക്കായി പള്ളിക്കുള്ളിൽ കയറ്റണമെന്നാണ് ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭാ വികാരി. വിനീത ചേരുന്നു. വിനീത, എന്താണ് സ്ഥലത്ത് സംഭവിക്കുന്നത്? നിലവിൽ ഇവിടെ ഇപ്പോൾ മൃതദേഹം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. വീട്ടിൽ കൊണ്ടുപോയി ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നാണ് ഇവർ പറയുന്നത്. തുടർന്ന് നാളെ കോടതിയെ സമീപിക്കുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ യാക്കോബായ സഭയുടെ അവരുടെ വികാരി ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? നമുക്ക് ഉള്ളിലേക്ക് കയറാൻ ഓർത്തഡോക്സ് സഭ അവർ അനുവദിക്കുന്നില്ല എന്നതാണോ? ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങൾ ദേവാലയത്തിൽ ബോഡി പ്രവേശിപ്പിക്കണമെന്നോ പ്രാർത്ഥന നടത്തണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അതൊന്നും കോടതി വിധി പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശത്തെ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഒരു ഇടവാംഗം എന്ന പരിഗണന നൽകണം. അത് സെമിത്തേരിയിൽ മരിച്ച സഹോദരിയുടെ വിശ്വാസപ്രകാരം വൈദികരെ കൊണ്ട് ശുശ്രൂഷകൾ നടത്തി അടക്കം ചെയ്യാനുള്ള ഒരു മാനുഷിക പരിഗണന ചെയ്തു നൽകണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഓർത്തഡോക്സ് സഭ സമ്മതിക്കുന്നില്ല എന്നാണ് പോലീസ് അധികാരികൾ ഞങ്ങളോട് പറയുന്നത്. പോലീസ് അധികാരികളാണ് ഞങ്ങളെ ഇവിടെ സെമിത്തേരിയിൽ കയറ്റാതെ തടഞ്ഞിരിക്കുന്നത്. ഇതാണ് യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുള്ളൊരു വാദം. ഇതാണ്. അതേസമയം ഓർത്തഡോക്സ് സഭ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് മൃതദേഹം ഉള്ളിലേക്ക് കടത്താം, പക്ഷേ ഇവരുടെ വിശ്വാസികളെയോ അല്ലെങ്കിൽ പള്ളി വികാരികളെയോ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല. അത് സംബന്ധിച്ചിട്ടുള്ളൊരു വിധി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഓർത്തഡോക്സ് സഭ വികാരികൾ, പള്ളി വികാരികൾ നമ്മളോട് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മൃതദേഹം മരിച്ച സ്ത്രീയുടെ മൃതദേഹം, സഭാവിശ്വാസിയുടെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് വീട്ടിൽ സൂക്ഷിക്കുകയും നാളെ രാവിലെയോടുകൂടി കോടതിയെ സമീപിച്ച് കൂടുതൽ വ്യക്തമായ വിധി തേടുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. തുടർന്ന് പള്ളിയിൽ തർക്കമുണ്ടാകുന്നതിനിടയുള്ളൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് പ്രൊട്ടക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സഭാവിശ്വാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവർക്ക് ഉള്ളിൽ പ്രവേശിക്കണം, ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കുകൊള്ളണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വിധി അല്ല കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭാ വിഭാഗക്കാരുടെ വാദം. വിനിത, നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു മരണശേഷം മൃതദേഹം സംസ്കരിക്കാൻ ഇരു വിഭാഗങ്ങൾക്കും തർക്കമുള്ള പള്ളികളിൽ സൗകര്യം ഒരുക്കുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അത് 2 വിഭാഗം ആളുകളും അനുസരിക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെയല്ല. പക്ഷേ അതേസമയം നിലവിൽ ഓർത്തഡോക്സ് സഭ, അതായത് പള്ളിയിലുള്ള ആ വികാരിക്ക് തന്നെയാണ് പള്ളിയിലെ മറ്റ് ചടങ്ങുകൾ ചെയ്യാനുള്ള അധികാരമെന്നാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഓർത്തഡോക്സ് സഭാ വികാരിക്ക് തന്നെയാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള അധികാരമുള്ളത്. ആ സഭാ വികാരിയും ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു സൂചനയോ ഒന്നും തന്നെ നേരത്തെ യാക്കോബായ സഭാക്കാർ തങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സഭാ വിശ്വാസികൾക്കും ഉള്ളിലേക്ക് കടക്കണമെന്ന ഒരു ആവശ്യമുണ്ട്. അത് സമ്മതിക്കാനാകില്ല. കൊച്ചി വരിക്കോലി പള്ളിയിലാണ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ മൃതദേഹവും വെച്ച് സമരം നടത്തുന്നത്. വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ച് മുല്ലപ്പള്ളി. ഹൈക്കമാൻഡ് പ്രതിനിധിയായ മുകുൾ വാസ്നിക്കിനെയാണ് ഇക്കാര്യം മുല്ലപ്പള്ളി അറിയിച്ചത്. വടകരയിൽ മത്സരിക്കണമെന്ന് മുകുൾ വാസ്നിക് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഇല്ലെന്ന് മുല്ലപ്പള്ളി ആവർത്തിക്കുകയായിരുന്നു.
നേരത്തെ തന്നെ മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച് നേതാക്കൾ എഐസിസിയെ സമീപിച്ചിരുന്നു. എന്നാൽ മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി ഉറപ്പിച്ചു പറയുകയാണ്. മുകുൾ വാസ്നിക്കിനെ അദ്ദേഹം നിലപാട് അറിയിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യത്തെ മുല്ലപ്പള്ളി തള്ളിക്കളയുകയാണ്. ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മുകുൾ വാസ്നിക് നേരിട്ട് മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അപ്പോഴും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചു. മലബാറിലെ മറ്റ് UDF സ്ഥാനാർത്ഥികളും നേരത്തെ ഇതേ ആവശ്യം, മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മത്സരിക്കില്ല എന്ന് മുല്ലപ്പള്ളി ഇപ്പോഴും ആവർത്തിക്കുകയാണ്. വടകരയിൽ ഇനി മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളിയുടെ തീരുമാനം. വടകരയിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് മുകുൾ വാസ്നിക്കിനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാട് അറിയിച്ചിരിക്കുന്നു.